ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു കുട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം പോകുന്നത് എൻ്റെ ഫ്രണ്ട് അക്ഷയുടെ മോം ടു ബി സെലിബ്രേറ്റ് ചെയ്യാനാണ്. ഞങ്ങൾ ബേസിക്കലി ഒരു 11 പേരായിരുന്നു ഫ്രണ്ട്സ്. നമ്മൾ ഇപ്പം ആ ഒരു ഫാമിലി ബിഗറായിട്ടുണ്ട്. ഹസ്ബൻഡ്സ്, വൈഫ് എല്ലാവരുമായിട്ട് ഒരു ബിഗർ ഫാമിലി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് അവളുടെ മോം ടു ബി നമ്മൾ അറേഞ്ച് ചെയ്തു. ഇതാ കേക്കും ഒക്കെ ആയിട്ട് മേടിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സേഫായിട്ട് അതങ്ങ് എത്തിക്കണം. ഇത് വർക്കല പാരിപ്പള്ളി റോഡാണിത്. നല്ല അടിപൊളി റോഡാണ്. നല്ലൊരു യാത്രയാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓടയം ബ്ലൂ വാട്ടർ റിസോർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പുന്നമൂട് റെയിൽവേ ക്രോസ് ആണ്. ഭാഗ്യത്തിന് റെയിൽവേ ക്രോസ് അടവില്ലായിരുന്നു നമ്മൾ വന്നപ്പം. അതുകൊണ്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റി. ഓൺ ദ വേ ആണ്. ഫ്രണ്ട്സിനെയൊക്കെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലൂ വാട്ടർ റിസോർട്ട്. നല്ലൊരു റിസോർട്ടാണ്. ഞാൻ അകമൊക്കെ കാണിക്കാം. ഓൾമോസ്റ്റ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇപ്പം തന്നെ. ഇതാണ് റിസോർട്ടിൻ്റെ എൻട്രി പാർട്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ റിസോർട്ടാണ്. നല്ല ഗ്രീനറീസൊക്കെ ഉള്ള നല്ലൊരു റിസോർട്ടാണ്. സീ വ്യൂ ആണ് മെയിനായിട്ട്. ഞാൻ ഇവിടെ എത്തിയപ്പം ചെറുതായിട്ട് ഫോണിൻ്റെ ആംഗിളൊന്ന് ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് വീഡിയോസ് എല്ലാം വേറെ രീതിയിൽ വന്നത്. ഞാനൊരു റിസോർട്ടിൻ്റെ ഒരു ഓവർവ്യൂ കാണിക്കുകയാണ്. ഇവിടെ സ്റ്റേയും ഉണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടുത്തത്. ഫ്രണ്ട്സ് കൊളീഗ്സ് എല്ലാവരും ഒക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയുള്ള ഇതാണ്. എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ദൂരത്തു നിന്നൊക്കെയാണ്. കുറേ പേര് എറണാകുളം, കുറേ പേര് ഓച്ചിറ, മാവേലിക്കര, അങ്ങനെ ദൂരത്തു നിന്നാണ് ട്രിവാൻഡ്രത്തേക്ക് വന്നേക്കുന്നത്. വർക്കല സൈഡാണിത്. വർക്കലയിലേക്ക് വന്നേക്കുന്നത്. അവരൊക്കെ നേരത്തെ എത്തി. എല്ലാവരും അവിടെ ഇരുന്ന് ഓരോന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ജ്യൂസൊക്കെ കുടിച്ചിരിക്കുകയാണ്. ഞാൻ വരുന്നതിൻ്റെ കളിയാക്കുവാണ്, വ്ളോഗാണോ എന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കുവാണ്. ഇതാണ് അരുൺ സാറ്. ഇതാണ് ഞാൻ പറഞ്ഞ മോം ടു ബിയിലെ ഡാഡ്. പുള്ളിയെ നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഇങ്ങനെ ബ്രിട്ടോനെയും പ്രസിദ്ധിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ വന്നുകൊണ്ടിരിക്കുക. അപ്പം അതുവരെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചില്ല് ചെയ്ത് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ നല്ലൊരു വ്യൂ ഉള്ള റിസോർട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫ്രണ്ടിൽ സീ ആണ്. നല്ല രീതിയിൽ കടൽ കാണാം. പിന്നെ ഫോറിനേഴ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ സമ്മറാണ്, നല്ല ചൂടുണ്ട്. പക്ഷേ നമുക്ക് ആ കാറ്റടിക്കുന്നതുകൊണ്ട് ആ ഒരു ഹ്യൂമിഡിറ്റി അത്ര ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു റിസോർട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മോം ടു ബിയിലെ മോം. നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അറേഞ്ച്മെൻറ്റ്സൊക്കെ നമ്മൾ ചെയ്തു. കേക്കും അതും ഇതെല്ലാം അറേഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഓൾമോസ്റ്റ് എല്ലാവരും അതിൻ്റെ തിരക്കിലൊക്കെയാണ്. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ആംഗിൾസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി. ഇതാണ് എൻ്റെ ഫ്രണ്ട് സർക്കിൾ, ഗേൾസ് സർക്കിള്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ബിടെക്കിന് പഠിച്ചതാണ്. ഇതിലൊരാൾ അഡീഷണൽ ഉള്ളത് ലെഫ്റ്റ് സൈഡിലുള്ളത് രാകേഷിൻ്റെ വൈഫാണ്. അഞ്ജന എന്നാണ് പേര്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഓരോ കോമഡികളും ഇതൊക്കെ ആയിട്ട് ചിരിയും ബഹളമൊക്കെ ആയിട്ട് ഇനി എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകാം. ഇതാണ് അക്ഷയും അക്ഷയുടെ ഹസ്ബൻഡ് അഭിജിത്തും. ആ കാണുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. തൊട്ടടുത്ത് നിൽക്കുന്നത് അരുൺ സാറും അഞ്ജന. അരുൺ സാറിൻ്റെ വൈഫാണ്, അതായത് പാറു. ഈ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന പാറു. മറ്റേത് ഇടയ്ക്കുള്ളത് നവമിയും നിതിനും. നവമിയുടെ ഹസ്ബൻഡാണ് നിതിൻ. പിന്നെ മോനൂസ് ഉണ്ട്. പിന്നെ ഈ ഇരിക്കുന്നതാണ് കുഞ്ചും മീനും. കുഞ്ചിച്ചിരി മോഡേണൊക്കെ ആയിട്ട് വന്നേക്കും, സുന്ദരിയായിട്ട്. പിന്നെ ഈ നിൽക്കുന്ന രാകേഷാണ്. രാകേഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടോയും പ്രസിദ്ധും അഭിജിത്തുമായിട്ടാണ്. ഇത് ബ്രിട്ടോയുടെ ഹസ്ബൻഡാണ്. പ്രസിദ്ധ് ഞാൻ ക്യാമറ ആയിട്ട് വരുന്നുണ്ട്, മുഖമൊക്കെ മാറ്റിക്കുക. എന്നിട്ട് ഇനി ഇടയ്ക്ക് കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പരിപാടിയാണ് ഈ നടക്കുന്നത്. കട്ടിങ്ങും എല്ലാം ആയിട്ട് ഫോട്ടോസ്, അവരുടെ കുറേ ഫോട്ടോസ്, നമ്മുടെ കുറേ ഫോട്ടോസ്, അങ്ങനെയൊക്കെ ആയിട്ട് പോന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു ചില്ല് ചെയ്ത് ഫുഡ് കഴിച്ച് തീർന്നു. ഇനിയും നല്ല വ്ളോഗുകളുമായിട്ട് ഞാൻ പിന്നെയും വരാം. ബൈ.